നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ്. ഇന്നേ ദിവസം 10-ാം ഉദയമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഹനുമത് ജയന്തിയും വെളുത്തവാവ് അഥവാ പൂർണിമയാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം എന്ന് തന്നെ വ്യാഖ്യാനിക്കാം. ഇന്നേ ദിവസം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത്, എന്താണ് അവരുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സംഭവിക്കാൻ പോകുന്നത് അഥവാ ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്, ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്ന് വിശേഷാൽ പൂജകളുണ്ട്. ഹനുമത് പൂജയും പൂർണിമയുമായി ബന്ധപ്പെട്ട പൂജകളിലും ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ദിവസമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ ഇതിനാൽ സാധിക്കും. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ തന്നെ പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ കടന്നു വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായും തൊഴിൽപരമായും നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് പല സൗഭാഗ്യങ്ങളും കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തൊഴിൽപരമായ നേട്ടങ്ങളും തൊഴിൽ ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ കടബാധ്യതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. എന്നാൽ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ തർക്കങ്ങൾക്കും ബന്ധങ്ങൾ നഷ്ടമാകുന്നതിനും വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നതിനും അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും സമയം അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ദിവസം. ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രവൃത്തികളിൽ കാര്യവിജയം ഇവർക്ക് വന്നു ചേരും. കൂടാതെ ഇവരുടെ ജീവിതത്തിലേക്ക് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. പദവികൾ ഉയരുക തന്നെ ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ചില മാറ്റങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വിവാഹത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ ദിവസം. അപൂർവമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പറയാം. സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ലഭിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം തീർച്ചയായും കഠിനമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ, ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുവാനും സന്തോഷപൂർവമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ സമയം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ സമയമാണ്. ഈ സമയം ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാകുന്നു. ചിന്തിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയം തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ സന്തോഷം നിറയുന്നതായ സമയം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സ്ഥിതി ഉയരുന്നതായ സമയം. പ്രതീക്ഷിക്കുന്ന ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പൊതുവെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങളായി മാറും എന്ന കാര്യം ഓർക്കുക.
ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം. ഒരു തരത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ വിഷമിക്കേണ്ടി വരില്ല എന്ന കാര്യം ഓർക്കുക. സഹായമായും മറ്റ് രീതികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു. ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അഭിനന്ദനങ്ങളും ജീവിതത്തിലേക്ക് തേടിയെത്തുന്നതായ സമയമാണ്. കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിവാഹ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുവാൻ അനുകൂലമായ ബന്ധം വരുവാൻ സാധ്യത കൂടുതലാണ്. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ തൊഴിൽ മാറുവാനും തൊഴിലിൽ ഉയർച്ച നേടുവാനും സാധിക്കും. വിദേശത്തേക്ക് പോലും തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രണയിക്കുന്നവർക്കും സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കാരണം സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയം നേട്ടങ്ങൾ അത് ഭൂമി സംബന്ധമായോ അല്ലാതെയോ വന്നു ചേരാവുന്നതാണ്. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. ഭൂമി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ ആ വ്യവഹാരം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. രമ്യതയിൽ പരിഹരിച്ചു പോകുവാൻ സാധിക്കും. സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിൽ വിജയിക്കുവാൻ സാധ്യത കൂടുതലാണ്. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ഭാഗ്യം അല്പം വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലിൽ ഉയരുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ വാർത്തകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് സഹകരണം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അഥവാ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. ബന്ധങ്ങൾ തകരുവാനും കലഹത്തിനും സാധ്യത കൂടുതലാകുന്നു. സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ചു പോകാം. ഈ സമയം കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ പൂർണ്ണമായ ഫലം ലഭിക്കും. ഈ സമയം സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ തന്നെയാകുന്നു. മനക്ലേശങ്ങൾ അകലുവാനും കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിർത്തുവാൻ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാകുന്നു. മികച്ച രീതിയിലുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതായ സമയം. ഭാഗ്യം തെളിയുന്നതായ സമയം എന്ന് തന്നെ പറയാം. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കാം. ഭൂമി, കെട്ടിടം, വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം വന്നു ചേരും. തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം എന്ന കാര്യവും ഓർക്കുക. സന്തോഷം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബഹുമതികൾ ലഭിക്കുന്നതായ സമയം. ജനപ്രീതി വർദ്ധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിരാശ പല കാര്യങ്ങളിലുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി മനസ്സ് സന്തോഷകരമായി നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും.